ഉമ്മ നമ്മൾക്ക് നിഴലാണ്. ഉമ്മയെ നമ്മൾ നിഴൽ പോലെ പിന്തുടരണം. ഉമ്മയെ നമ്മൾ നിഴൽ പോലെ താലോലിക്കണം. എത്ര തവണയാണ് മക്കളെ ഉമ്മ നിങ്ങളുടെ കാഷ്ടവും മൂത്രവും കയ്യിലെടുത്ത് അമ്മാനമാടിയത്? 7280 തവണ. 7280 തവണയാണ് മക്കളെ നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ കാഷ്ടവും മൂത്രവും കയ്യിലെടുത്ത് അമ്മാനമാടിയത്. എന്നേടാ പമ്പേഴ്സ് വന്നത്? അതൊക്കെ ഇന്നലെ മിനിയാന്നെത്തിയ സാധനമാണ്. നിങ്ങളൊക്കെ കുട്ടികളായപ്പോൾ, നമ്മളൊക്കെ കുട്ടികളായപ്പോൾ കോരിയായിരുന്നു, വാരായിരുന്നു, കഴുകായിരുന്നു. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾ സ്വന്തമായി ശൗചം ചെയ്യുന്നതിന്റെ മുമ്പ്, വാഷ്റൂമിൽ കയറി നിങ്ങൾ സ്വന്തമായി ശൗചം ചെയ്യാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് എത്ര വർഷമുണ്ടായി? ഒന്ന്. ആ വർഷത്തിൽ ഒരു ദിവസത്തിൽ ശരാശരി എത്ര തവണ ഉണ്ടായി? 2. ഇത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കണക്കൊരു പണത്തൂക്കം മുമ്പിലേ നിങ്ങൾ ചവിട്ടും. ആ ഉമ്മയെ നമ്മൾ വേദനിപ്പിച്ചൂടാ. ഒരു തവണ പോലും ഉമ്മയുടെ കാഷ്ടവും മൂത്രവും നമ്മുടെ കൈവെള്ളയിലായിട്ടില്ല. 7250 തവണ കാഷ്ടവും മൂത്രവും കൈയെടുത്ത് അമ്മാനമാടി. ഞരമ്പുകൾ കെട്ടുപൊട്ടിച്ച്, നൂറുകണക്കായ ഞരമ്പുകൾ ചീറ്റി, മരണത്തിന്റെ പകുതി വേദന ഏറ്റുവാങ്ങി. നാം ഉറങ്ങിയപ്പോഴെല്ലാം ഉണർന്നിരുന്നു, നാം ഭക്ഷിച്ചപ്പോഴെല്ലാം ഭക്ഷിക്കാതെ വിശന്നിരുന്ന നമ്മുടെ ഉമ്മയെ വേദനിപ്പിക്കരുത് മക്കളെ. നമ്മുടെ നിഴലാണത്.